ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോയാണ്. ഇന്നലെ പാത്തുവിനെ സ്കൂളിൽ വിട്ടിട്ടില്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിയൊക്കെ അടുപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നല്ല തുമ്മലും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് മടിച്ചു. വിട്ടിട്ടും കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആൾ ഓക്കെ ആയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ തണുപ്പും മഞ്ഞും ഒക്കെ കൊണ്ടിട്ടുള്ളൊരു ജലദോഷം ആയിരുന്നു കേട്ടോ. അത് പെട്ടെന്നങ്ങ് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മരുന്നൊന്നും കൊടുക്കേണ്ടി വന്നില്ല. എനിക്ക് തോന്നി ഇനിയിപ്പോൾ പനിയൊക്കെ ആവുമോ എന്നൊക്കെ വിചാരിച്ചു. ഭാഗ്യം കൊണ്ട് അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ആളങ്ങ് ഉഷാറായി. ഉമ്മയുടെ കൂടെ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊന്നും വെക്കേണ്ടി വന്നില്ല. എന്നാലും കുറച്ച് ചോറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. തലേന്നത്തെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ചൂറ്റി വെക്കണമായിരുന്നു. രാവിലെ അതങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നേ. ചോറൊക്കെ തിളപ്പിച്ചൂറ്റി വെച്ചു. പിന്നെ കാപ്പിക്ക് ദോശയായിരുന്നു കേട്ടോ. ദോശയും സാമ്പാറിനുള്ള കഷ്ണങ്ങളും ഒക്കെ അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ വീഡിയോയിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്നതായതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അതിന് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് എണ്ണയിലൊക്കെ മൂപ്പിച്ച് കടുകും ഒക്കെ ഒന്ന് മൂപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാത്തുവിന് കാപ്പി കൊടുത്തു. വീട്ടിലുള്ള എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇനിയിപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ അടുപ്പിലേക്ക് ആക്കിയിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. എന്താണെന്ന് വെച്ചാൽ കുറേ തുണികൾ കിടപ്പുണ്ട് കേട്ടോ. 2 ദിവസം കൊണ്ട് വലിയ മഴയും അങ്ങനൊന്നും ഇല്ലെങ്കിലും നമ്മൾ മുന്നേ കഴുകിയിട്ട് തുണികളൊക്കെ ഉണങ്ങാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെയൊക്കെ വാരിയിട്ട് കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. കരിമ്പേനൊക്കെ തല്ലിപ്പോയിട്ടുണ്ട് കേട്ടോ. കുറേ തുണികൾ കരിമ്പേനൊക്കെ അടിച്ച് പോയിട്ടുണ്ട് അങ്ങനെ കഴുകി വാരി കൂട്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നല്ല വെട്ടവും വെളിച്ചമൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ തുണികളൊക്കെ നേരത്തെ ഒന്ന് പൊടിയൊക്കെ ഇട്ടിട്ട് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഈ തുണികളല്ല, ഈ അലക്കുകാര വീട് പോലെ ഇങ്ങനെ തുണികളെല്ലാം പറക്കിയിട്ടിരിക്കുന്നത് ഉണങ്ങാനുള്ള തുണികളും പിന്നെ ചെറിയൊരു ഈർപ്പമൊക്കെയുള്ള തുണികൾ കാണുമല്ലോ. നമ്മൾ എത്ര ഉണങ്ങിയെന്ന് പറഞ്ഞ് എടുത്തു വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ തുണികളൊക്കെ നനഞ്ഞതുപോലെ അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അലമാരിയിൽ നിന്ന് എടുക്കുന്ന തുണികൾ വരെ എന്തോ ചെറിയൊരു വെള്ളത്തിൻ്റെ ഈർപ്പം പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വാരി കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് മഴ ചെറുതായിട്ടൊന്ന് ചാറിയതല്ലാണ്ട് വലിയ മഴയും ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഇന്നലത്തെ വെയിലെന്ന് പറയുന്നത് നല്ല വെയിലായിരുന്നു. മീനമാസത്തിലേക്ക് വെയിൽ കിട്ടത്തില്ലേ, അമ്മാതിരിയുള്ള വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ള തുണികളൊക്കെ പറക്കി എന്തായാലും വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. പൊടിയൊക്കെ ഇട്ടിട്ട് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ തുണികളെന്ന് പറഞ്ഞാൽ അത്രയും മുഷിഞ്ഞ ഒരു തുണികളൊന്നും അല്ല കേട്ടോ. ഈ പാത്തു ആണെങ്കിലും ഒരു ദിവസം ഡ്രസ്സ് മാറുന്നതിന് കയ്യും കണക്കുമില്ല കേട്ടോ. ഇപ്പോൾ ഇടുന്ന എപ്പോഴും വെള്ളത്തിൽ കളിക്കും. പൈപ്പ് തുറന്ന് വിട്ട് നമ്മുടെ കണ്ണൊന്നും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ ആ തുണിയൊക്കെ നനഞ്ഞ് വെള്ളത്തിൻ്റെ ഈർപ്പമാകുമ്പോഴത്തേക്കും നമ്മൾ വേറെ ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ പിള്ളേരുള്ള വീട്ടിൽ ഉള്ള അമ്മമാർക്ക് അറിയാം എന്തായിരിക്കും ഇങ്ങനെ തുണികൾ കൂടുന്നതെന്ന് കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ കഴുകാതെ കൂട്ടിയിടുന്നതൊന്നും അല്ല കേട്ടോ. സ്ഥിരമായിട്ട് കഴുകിയാലും കൊച്ചുങ്ങളുള്ള വീടുകളിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമേ. അപ്പോൾ മുക്കി വെച്ചിട്ട് ഞാൻ അകത്ത് വന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് മീനൊന്നും കിട്ടിയില്ലായിരുന്നു. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് അപ്പം മീൻ കൊണ്ടുവന്നത്. നെത്തോലിയായിരുന്നേ. അതിന് മുന്നേ നമുക്കൊരു ചൊരക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൊരയ്ക്കാന്ന് പറഞ്ഞാൽ അറിയാമെന്ന് തോന്നുന്നു. കുമ്പളങ്ങ പോലെ ഇരിക്കുന്ന, എന്നാൽ കുമ്പളങ്ങ കാക്കയെ കൊണ്ടൊന്നും പറയാൻ വയ്യ കേട്ടോ. കുമ്പളങ്ങയുടെ പോലെ ഇരിക്കുന്നത്, പക്ഷേ കുമ്പളങ്ങയേക്കാൾ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് മെഴുക്കുരട്ടിയൊക്കെ വെച്ച് കഴിച്ചാൽ. തേങ്ങയൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മെഴുക്കുരട്ടിയാക്കി കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ അവിയലിന് ഇടുമ്പോഴും പിന്നെ അത് വെച്ചിട്ട് പായസമൊക്കെ ഉണ്ടാക്കും കേട്ടോ. ചൊരക്ക വെച്ചിട്ടുള്ള പായസമൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഞാൻ എന്തായാലും ചൊരക്കയൊക്കെ തോലൊക്കെ കളഞ്ഞിട്ട് അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മെഴുക്കുരട്ടിക്കായിട്ട് കേട്ടോ. പിന്നെ അതേ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി കറിയൊക്കെ സെറ്റാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മെഴുക്കുരട്ടിക്ക് താളിക്കാനായിട്ട് പോവുകയാണ്. ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ചൊരക്ക ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകിൻ്റെ എരിവ് ചൊരക്ക ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ എരിവും ആ ഒരു തേങ്ങാപ്പാലിൻ്റെ രുചിയും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറാണ്. നമുക്കിത് മാത്രം മതി കേട്ടോ കുറച്ച് ചോറ് വാരി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അടുക്കളയിലെ ആ പരിപാടിയൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ട് തുണികളൊക്കെ കഴുകാനായിട്ട് വരുവാ കേട്ടോ. ഇതിനിടയിൽ വീടിനകം തൂക്കലും അതുപോലെ പെരയ്ക്കകമൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതും കൂടെയൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എന്തോ പറ്റിയില്ല കേട്ടോ. പിന്നെ അത് തുണികളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ദേ ഞാൻ മൊബൈലും കൊണ്ട് വെച്ച് വീഡിയോ ഓണാക്കിയിട്ട് പോകും, പിന്നെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഓഫ് ആവും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്ത് കൂടെ വന്നിട്ട് എന്താ ഓഫ് ബട്ടൺ ഞെക്കിയിട്ട് അങ്ങ് പോകും. പിന്നെ കുറേ പൂച്ചകളും കേട്ടോ. എൻ്റെ കണ്ണ് തെറ്റുമെങ്കിൽ ട്രൈപോഡിൻ്റെ അടുത്ത് വരിക, അത് തട്ടിയിടുക. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല. ആദ്യത്തെ ട്രിപ്പിൽ സത്യം പറഞ്ഞാൽ തുണി ഞാൻ വിരിച്ചപ്പോഴത്തേക്കും വന്ന് ഞാൻ വീഡിയോ ഓണാക്കി നോക്കിയപ്പോൾ ഒന്നുമേ കാണുന്നില്ല. പിന്നെ ഞാൻ രണ്ടാമത് ഒന്നും കൂടി എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വന്നപ്പോഴത്തേക്കും മെഴുക്കുരട്ടിക്ക് വെച്ചിരുന്ന കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ വാടിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മെഴുക്കുരട്ടിയുടെ കാര്യം റെഡി ആയിട്ടുണ്ടേ. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് അച്ചാറിടാൻ ഒന്നും കിട്ടിയില്ലെങ്കിലും സവാള വെച്ചിട്ട് അച്ചാറിടാം കേട്ടോ. അപ്പോൾ ഈ അടുത്ത സമയത്താണ് ഞാനത് അറിഞ്ഞത്. അപ്പം ഞാൻ ദേ ഒരു 2-3 സവാളയൊക്കെ അവിടെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി അച്ചാറിന് തട്ടിക്കൂട്ട് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അച്ചാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാവേ. ഒരു കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇത്രയും മതിയേ. ഞാനൊരു 3 സവോളയാണ് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ചെറിയ സവോളയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഇഞ്ചിയും ഈ വെളുത്തുള്ളിയും, ഇനി കാന്താരി മുളകാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ കയ്യിൽ കാന്താരി മുളകില്ല. ഞാൻ പിന്നെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയൊക്കെ ഒന്ന് കുത്തിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ കല്ലിൽ എന്താണ് ഇട്ട് കുത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്ലിനകം മൊത്തവും ചാമ്പലുണ്ടല്ലോ, ചാമ്പൽ കയറിയിട്ട് കിടക്കുകയാണ്. അതിന് കഴുകി പറക്കി നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ നേരെ ഈ ഒരു നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഈ ഒരു പലകയുടെ മണ്ടയിലോട്ടിട്ടിട്ട് ഒന്ന് കുത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചതച്ചെടുക്കണം. പച്ചമുളകെന്ന് പറയുമ്പോൾ നമ്മൾ കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. കാന്താരി മുളകിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇല്ലാത്തത് കൊണ്ട് മാത്രം കറിപ്പച്ചമുളക് ഉണ്ടല്ലോ, നമ്മുടെ പച്ചക്കറി കിട്ടുന്ന ആ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാട്ടോ ഇത്. അപ്പോൾ അതിലൊരു 3 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി ഒന്ന് കുത്തിയെടുക്കുന്നുണ്ടേ. അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇതാണ് കേട്ടോ. നമ്മൾ തോരനൊക്കെ കൊത്തി അരിഞ്ഞെടുക്കത്തില്ലേ, അതുമാതിരി അങ്ങനെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചോപ്പറിലൊക്കെ ഇട്ടൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനത് കൈ കൊണ്ട് മാത്രം അരിഞ്ഞെടുത്തിട്ടുള്ള സംഭവമാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിന് മുന്നേ നമ്മൾ കൈ കൊണ്ട് നല്ല രീതിയിൽ ഈ സവോളയൊന്ന് തിരുമ്മി കൊടുക്കണേ. ആ ഒരു ചെറിയൊരു വെള്ളം പോലെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സവോളയൊന്ന് തിരുമുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ വരും. നല്ല രീതിയിലൊന്ന് തിരുമുക. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കളറിന് വേണ്ടിയിട്ട്. മുളക് പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെ ആ എരിവ് നല്ലതുപോലെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവാപ്പൊടി, പിന്നെ വേണ്ടത് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്യാമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. കൈ കൊണ്ട് തന്നെ തിരുമ്മി അങ്ങോട്ട് എടുക്കുക. ഇതൊരു തട്ടിക്കൂട്ട് അച്ചാറാണ് കേട്ടോ. നമുക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. മറ്റച്ചാറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, അച്ചാറൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉള്ളിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒന്ന് കുനുകുനാ ഒന്ന് അരിഞ്ഞെടുക്കുക. ഈ ഇടിച്ചിട്ട സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇടിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ തട്ടിക്കൂട്ടായിട്ടുള്ള ഒരു സവോള വെച്ചിട്ടുള്ളൊരു അച്ചാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അച്ചാറെന്നാണ് ഞാൻ പറയാറ്. അച്ചാറിൻ്റെ ഒരു ടേസ്റ്റൊക്കെ പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ചില ആളുകൾ വേണമെങ്കിൽ പറയും ഇത് പുളിയും മുളകുമാണ് നമ്മൾ ചീനിക്കൊക്കെ കഴിക്കുന്നത്. അങ്ങനെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ടാക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും സമാധാനത്തോടു കൂടി ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.